ഇനി നമുക്ക് യാസീൻ. യാസീൻ എന്താണ് ഈ യാസീൻ? ആർക്കാണ് ഈ യാസീനെ കുറിച്ചിട്ടൊരു അറിയാം? ഇതെന്താണ് എന്നാണ് നമ്മളിപ്പോൾ അള്ളാഹു പറഞ്ഞു യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. എന്താണ് യാസീൻ? ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത് സത്യം ചെയ്യണം, അള്ളാഹു സത്യം ചെയ്യണം യാസീൻ എന്നുള്ളത് കൊണ്ട്. ചിലർ പറഞ്ഞ് ഇപ്പോൾ ഇത് സത്യം ചെയ്യാനെന്ന് പറഞ്ഞ്, ചിലർ പറഞ്ഞ് യാസീൻ എന്നുള്ളത് അള്ളാൻ്റെ പേരാണ്. യാസീൻ എന്ത് അള്ളാൻ്റെ പേരാണ്. ചിലർ പറഞ്ഞ് യാസീൻ എന്നുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ചിലർ പറഞ്ഞ് യാസീൻ എന്നുള്ളത് അറബി ഭാഷയല്ല, അത് ഹബശൻ ഭാഷയാണ്. ഹബശക്കാരുടെ ഭാഷയിൽ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഏ മനുഷ്യ എന്നാണ്. യാ സീൻ, സീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, യാ എന്ന് പറഞ്ഞെങ്കിൽ വിളി. അപ്പോൾ യാസീൻ എന്ന് പറഞ്ഞെങ്കിൽ യാ ഇൻസാൻ, അതിനൊരർത്ഥമുണ്ട്. അത് യാ ഇൻസാൻ എന്നാണ്. ചിലർ പറഞ്ഞ് യാ റജുൽ എന്നാണ്. ചിലർ പറഞ്ഞ് യാ സയ്യിദ് എന്നാണ്, നേതാവേ എന്ന് വിളിക്കാനുള്ളതാണ്. ഇത് ഹബശക്കാരുടെ ഭാഷയിൽ യാ ഇൻസാൻ, ഏ മനുഷ്യ എന്നാണ്. തയ്യ ഗാത്രക്കാർക്ക് അവരുടെ ഭാഷയിൽ, അറബി ഭാഷയുടെ ഒരു ഭാഗമാണ് ഈ തയ്യ ഗാത്രക്കാരുടെ. അറബി തന്നെയാണ്, പക്ഷേ അവർക്കൊരു പ്രത്യേക ലഹജയാണ്. അതിൽ യാ റജുൽ എന്ന് വിളിക്കാനാണ് യാസീൻ പറയുക എന്നൊക്കെയാണ്. ഈ യാസീൻ എന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നതിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല പ്രാമാണികരും പറഞ്ഞിട്ടുള്ളത് ഇത് കേവലം അക്ഷരങ്ങളാണ്. യാസീൻ എന്നുള്ളത് കേവലം അക്ഷരമാണ്, അറബി അക്ഷരങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവയുടെ പ്രത്യേകത ഈ അക്ഷരങ്ങൾ, അതിന് പേരുണ്ട്, അക്ഷരങ്ങൾക്ക് പേരുണ്ട്. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ എല്ലാ സൂറത്തുകളിലും അക്ഷരങ്ങളുടെ പേരാണ് ഉച്ചരിക്കേണ്ടത്, അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അക്ഷരങ്ങളെ ഉച്ചരിക്കൂല, പിന്നെന്താ പേര്. ഇപ്പം നമ്മൾ അലം തറ കൈഫ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അല്ലേ? അലം തറ. എന്നാൽ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ ആയത്ത് ഏതാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഷുഫ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഇവിടെ നോക്കി, ഈ അലിഫ് ലാം മീം, ഇവിടെ അലിഫ് ലാം മീം എന്നുള്ളിടത്ത് എങ്ങനെ ഓതുക? അലിഫ് ലാം മീം എന്നുള്ളിടത്ത് ഈ അക്ഷരങ്ങളുടെ പേരാണ് നമ്മൾ പറയുന്നത്. ഇവിടെയോ അക്ഷരങ്ങളെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. രണ്ടും ഒരേപോലെയാണ്. അലം എന്നുള്ളത് ഇവിടെ നോക്കി, ഇത് എന്താണ് എഴുത്തിൽ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ അലം എന്നാണ് വായിക്കുന്നത്, അലം അക്ഷരങ്ങളെയാണ് വായിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അക്ഷരങ്ങളുടെ പേരാണ് വായിക്കുന്നത്. മനസ്സിലാണില്ല? ഇവിടെ നോക്കിയേ, അലിഫ് ലാം മീം. പക്ഷേ ഇവിടെ നമ്മൾ അലം തറ എന്നാണ് വായിക്കുന്നത്, അക്ഷരങ്ങളെയാണ് വായിക്കുന്നത്. എന്നാൽ ഇവിടെ അക്ഷരങ്ങളുടെ പേരാണ് വായിക്കുന്നത്. അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സ്വാദ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. നോക്കിയ, ഇതിപ്പോൾ നമ്മൾ അക്ഷരം വായിക്കുകയാണെങ്കിൽ കാ ഹാ യാ ആ സ അങ്ങനെ വായിക്കുക, അല്ലേ? അക്ഷരം വായിക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ അക്ഷരങ്ങളല്ല വായിക്കുന്നത്, ഇവിടെ അക്ഷരങ്ങളുടെ പേരാണ് വായിക്കുന്നത്. ഈ ക എന്നുള്ള അക്ഷരത്തിൻ്റെ പേര് കാഫ് എന്നാണ്. ഹ എന്നുള്ള ഈ അക്ഷരത്തിൻ്റേത് ഹാ എന്നാണ്. ഇവിടെ യാ, ഇത് ഐൻ, അക്ഷരം ആയാണ്, ആ. പക്ഷേ ഇത് നമ്മൾ ഐൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിൽ ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്, ഖാഫ് നൂൻ പോലുള്ളത്. രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്, യാസീൻ ത്വാഹ ഹാമീം പോലുള്ളത്. മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്, പിന്നെ അലിഫ് ലാം മീം, അലിഫ് ലാം റ പോലുള്ളത്. പിന്നെ നാലക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്, അതുപോലെ അലിഫ് ലാം മീം റ, അലിഫ് ലാം മീം സ്വാദ്, ആറാഫിൻ്റെ തുടക്കം പോലെ. പിന്നെ അഞ്ചക്ഷരങ്ങൾ കൊണ്ടുണ്ട്, ഇത് കാഫ് ഹായ ഐൻ സ്വാദ് ഹാമീം ഐൻ സീൻ ഖാഫ് പോലുള്ള സൂറത്ത് ഷൂറ പോലുള്ളതായ സൂറത്തുകൾ. ഈ
സൂറത്തുകളിലൊക്കെ ഇതൊന്നും എന്തല്ല അള്ളാൻ്റെ പേരോ മലക്കിൻ്റെ പേരോ നബിയുടെ പേരോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിനോ അല്ലാതെ പിന്നെയോ അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില സൂറത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി ആ അക്ഷരം ഓതാൻ പാടുള്ളതല്ല. എന്താണ് ഓതേണ്ടത്? ആ അക്ഷരങ്ങളുടെ പേരാണ് ഓതേണ്ടത്. നോക്കിയേ നിങ്ങൾ, അലം തറ കൈഫ എന്നുള്ളിടത്തുള്ള അതേ അക്ഷരങ്ങളാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ അലം എന്ന അക്ഷരങ്ങളെ ഓതും, ഇവിടെ അലിഫ് ലാം മീം എന്ന അക്ഷരങ്ങളുടെ പേര് ഓതും. ഇങ്ങനെ ഈ അക്ഷരങ്ങളുടെ പേര് ഓതുവാൻ കൽപ്പനയുള്ള കേവലാക്ഷരങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്, പണ്ഡിതന്മാർ പറയുന്നത്, അറബികളെ വെല്ലുവിളിക്കലാണ്. എന്താ പ്രശ്നം? അറബികൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് കളവ് പറഞ്ഞു. അറബികൾ പറഞ്ഞത് ഇത് അള്ളാൻ്റെ അടുത്ത് നിന്നുള്ള വഹയൊന്നുമല്ല, ഇത് കവിതയാണ്, ഇത് ജ്യോത്സ്യൻ്റെ മന്ത്രങ്ങളാണ്, ഇത് ആരോ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിപ്പിക്കുന്ന ചില അറബി പ്രയോഗങ്ങളാണ്, ഇത് അസാത്തീറുൽ അവ്വലീൻ പൂർവികരുടെ കെട്ടുകഥകളാണ്. ഇങ്ങനെയൊക്കെ ഖുർആനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? അറബികൾ കളവ് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എഴുതുന്ന, നിങ്ങൾ ഉച്ചരിക്കുന്ന അറബിയിലുള്ള സാഹിത്യങ്ങളുണ്ട്, രചനകളുണ്ട്, സൃഷ്ടികളുണ്ട്. ആ അക്ഷരങ്ങൾ കോർത്തുള്ള വചനങ്ങളാണിത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂറത്തുകളെ അറബി അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി. ഇത്രയുള്ളൂ. ചില സൂറത്തുകളെ അറബി കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി. ഇതാണ് അറബികളെ ബോധ്യപ്പെടുത്താൻ. അതായത് നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ രചിക്കുന്ന അറബി സാഹിത്യം അത് ഏത് അക്ഷരങ്ങൾ കൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ് എന്തുള്ളത്, ഈ വിശുദ്ധ ഖുർആൻ ഉള്ളത്. ഇത് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരിക്കലും ഇതെന്തല്ല, ഒരു ഭ്രാന്തൻ്റെ വർത്താനമല്ല, ഇതൊരു കവിതയല്ല, ഇത് ജ്യോത്സ്യൻ്റെ മന്ത്രമല്ല, ഇത് കെട്ടുകഥകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് വിധിക്കാനാകും എന്നുള്ളത് അറബികളെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരം തുടക്കങ്ങൾ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതിൻ്റെ യുക്തിയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തയ്യബ്. പിന്നെ അറബി സാഹിത്യം അതിൻ്റെ ഉത്തുംഗതയിലെത്തിയ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അറബി സാഹിത്യം അത് ഗദ്യമായാലും പദ്യമായാലും, സാഹിത്യത്തിൽ നവമുണ്ട്, പദ്യം, നസറുണ്ട്, ഗദ്യം. ഇത് രണ്ടും ഉത്തുംഗതയിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് ആരിറങ്ങിയത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. എന്നിട്ട് ആ അറബി സാഹിത്യത്തിലെ വില്ലന്മാരാണ്, തമ്പുരാക്കന്മാരാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഈ കളവ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് ചില സൂറത്തുകളിൽ ഈ ശൈലി ഉപയോഗിച്ചത്.